ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഇഫ്താർ ബുഫേ കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഇഫ്താർ കോംബോ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല കോംബോസ് ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത് ഇന്ന്. നോമ്പില്ലേ 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 ഞങ്ങൾ 10 മിനിറ്റ് മുന്നേ അല്ലേ ബേബി അവിടുത്തെ അപ്പോൾ ഹെസ ബേബിക്ക് നോമ്പില്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് നോമ്പുള്ള ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അവർ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ അവരെന്ത് ചെയ്തു, കുറച്ച് തരിക്കഞ്ഞിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം 3 പേർക്കുള്ളതാണ് കേട്ടോ കൊണ്ടുവന്ന് വെക്കുന്നത്. ഹെസ ബേബിൻ്റെ ഹെഡും അവർ കൗണ്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തമാശ. എന്തായാലും തരിക്കഞ്ഞിയും കട്ട് ഫ്രൂട്ട്സും കട്ട്ലറ്റും സ്നാക്ക് ഐറ്റംസ് ബാക്കിയുള്ള എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കുന്നതിനേക്കാളും മുന്നേ ഹെസ ബേബി ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ മാറി എന്താന്ന് വെച്ചാൽ കഴിച്ചല്ലേ. സാധനങ്ങളൊക്കെ ടേബിളിൽ വന്നപ്പോൾ ആദ്യം തന്നെ ഹെസ ബേബി ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ഐറ്റംസൊന്നും അവൾക്ക് തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഓരോന്ന് കൊടുത്തു നോക്കുന്നുണ്ട്. അവളുടെ എക്സ്പ്രഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. പഴത്തിൻ്റെ നോക്കി ഇഷ്ടമല്ല. എന്തായാലും ബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് തുറന്നിട്ട് ഞങ്ങൾ കോംബോ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുള്ള കാത്തിരിപ്പാണ് നിങ്ങൾ കണ്ടു. ഇപ്പോൾ ഗൈസ് നമ്മളൊരു കോംബോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോംബോയിലുള്ള വിഭവങ്ങളൊക്കെയാണ് ഇവിടെ നിരത്തപ്പെടുന്നത്. ഈ ഒരു ഐറ്റംസൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോംബോയിൽ വരുന്നതാണ് കേട്ടോ ഇതെല്ലാം ഒരു കോംബോ ആണ്. ആ കോംബോയ്ക്കകത്ത് വരുന്ന ഐറ്റംസാണ് ഈ നിരന്നുകൊണ്ടിരിക്കുന്നത് ടേബിളിലോട്ട്. ചോറ് വന്നു, കുഞ്ഞിക്കോഴി വന്ന്, വലിയ കോഴി വന്ന്, അതിലും വലിയ കോഴി ഉണ്ട്, ബീഫ് ഗ്രേവി ഉണ്ട്, അച്ചാറുണ്ട്, ബീഫ് വരട്ടുണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണിക്കാൻ മറന്നുപോയ മറ്റൊരു ഐറ്റം ഇവിടെ ഉണ്ട്. അത് പൊറോട്ടയാണ് ഗൈസ്. ഈ ഒരു പൊറോട്ട ഞാൻ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇക്കും ഹെസ ബേബിയും തന്നെ ഫസ്റ്റ് ഫുഡ് കഴിച്ചോട്ടെ. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ട് ഈ ഒരു ഫുഡ് എന്നുള്ളത്. എവിടെ അറിയാം, മലപ്പുറത്തുകാർക്ക് പിന്നെ എക്സ്പ്രഷൻ ഇല്ലല്ലോ. ഫുഡ് കൊള്ളാമെങ്കിലും ഒരേ എക്സ്പ്രഷൻ, കൊള്ളത്തില്ലെങ്കിലും ഒരേ എക്സ്പ്രഷൻ. ഇതൊക്കെ ട്രിവാൻഡ്രം ഞങ്ങൾ എക്സ്പ്രഷൻ ഇട്ടും മരുകി. ഞങ്ങൾ ഫുഡ് കൊള്ളാമെങ്കിൽ നല്ല നല്ല എക്സ്പ്രഷൻസ് വരും, ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ കെട്ട എക്സ്പ്രഷൻസ് വരും. ഇവരൊന്നും ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്നത്. ഇതെന്തായിരിക്കും, ഇതെന്താണ്? കുഞ്ഞിക്കോഴിയല്ല ഗൈസ്, കാടയായിരുന്നു. ഞാൻ കാട കഴിക്കാത്തതുകൊണ്ട് എനിക്ക് കാടയെ കണ്ടപ്പോൾ മനസ്സിലായില്ല. പഞ്ചാബി ഹൗസിലത്തെ പോലെ കാണ കഴിവാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അത് തന്നെ എൻ്റെ അവസ്ഥ. ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് കുഞ്ഞിക്കോഴിയാണെന്നല്ലേ എൻ്റെ ഒരു അവസ്ഥയെ. കാടയാണ് കാട. നമുക്ക് ആദ്യം ഗീ റൈസ് കഴിച്ചു നോക്കാം. എന്നിട്ട് ചിക്കൻ ഫ്രൈന്ന് നമുക്കൊരു കുഞ്ഞി പീസ് എടുക്കാം. ഓക്കെ, ചിക്കൻ ഫ്രൈ ആണ് ഗൈസ്. ബിസ്മില്ലാ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നുകൂടെ കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, ഒരു 50-50 ആവറേജ്. ഭയങ്കര ഓവറായിട്ട് മൊരിച്ച് കരിയിച്ച് കളഞ്ഞു ചിക്കൻ. കുറച്ച് കരിഞ്ഞു. ഇനി നമുക്ക് ബീഫ് ഗ്രേവിയും കൂട്ടി കഴിച്ചു നോക്കാം. എപ്പടി ഇരിക്കുന്ന പാക്കലാമോ.
ഓക്കെ നെയ്ച്ചോറ് ഓക്കെ. ബീഫ് പിന്നീറ്റും വരുന്നില്ല. ബീഫ് ഗ്രേവി കൊള്ളാം. നാരങ്ങ അച്ചാർ. ചിക്കൻ ഫ്രൈയെ വെട്ടി കണ്ടം തുണ്ടമാക്കിയിരിക്കുന്നതായി. ചിക്കൻ ഫ്രൈനെ വെട്ടി കണ്ടം തുണ്ടമാക്കി. ഇനി ബീഫ് കറി കഴിച്ചു നോക്കാം. ഓക്കെ നോക്കട്ടെ. കണ്ടിട്ട് നല്ല സ്പൈസ് പോലും ഉണ്ട്. പേടിയാവുന്ന കഴിച്ചു. കണ്ട സ്പൈസി ഒന്നും കഴിച്ചപ്പോൾ ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ കുഴപ്പമില്ല, കൊള്ളാം. കാട ഞാൻ കഴിക്കൂല, എനിക്ക് പേടിയാ കഴിക്കാൻ. ഇതൊരു ബേർഡല്ലേ. അപ്പോൾ കോഴി എന്താ വേറെ വല്ലതും ആണോ നിങ്ങൾ ചോദിക്കുന്നത്. ഇതിൽ പ്രാവ് പോലെയൊക്കെ ഒരു ബേർഡല്ലേടാ, അതുകൊണ്ട് കേട്ടോ കഴിച്ചു നോക്കല്ലേ. ഇതിനകത്തൊന്നും ഇല്ല കഴിക്കാനായിട്ട്. ഈ കാടയ്ക്കകത്ത് എന്തുവാ ഞാൻ ഇതിനകത്ത് കഴിക്കണ്ടേ? ഐ വിൽ ട്രൈ. ഓക്കെ ഇതിനെ കണ്ടിട്ട് എനിക്ക് തവളെ പോലെ തോന്നും. കാട ഇറച്ചി കണ്ടിട്ട് തവളെ പോലെ തോന്നും. ഉറപ്പല്ലേ ഏതാ കാട തന്നെ? ഒന്നും തോന്നരുത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാട ഇറച്ചി കഴിക്കുന്നത്. പേടിച്ചാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ എനിക്കെന്തോ കാട ഇറച്ചി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പ്രാവിനെ ഓർമ്മ വരുന്നേ. അതിൻ്റെ ഒരു ഇത്. കുറച്ച് ബിരിയാണി കിട്ടിയിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി. ഓക്കെ ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കാം. എന്തോ പറയുന്നത് ചിക്കൻ ബിരിയാണി കഴിച്ചു നോക്കാം. ഓക്കെ ചിക്കൻ ബിരിയാണി കൊള്ളാം. എങ്ങനെയുണ്ട് ഫുഡ്? ഇതിൽ ഏതൊക്കെ ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു. എനിക്കിത് പറ്റിയിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് ഓവർ ഫ്രൈഡ്. ബിരിയാണി, ഗീ റൈസ് ഇപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പേക്കും ഹെസ ബേബിയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ? നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു. ഫുഡ് ഉഷാറായിരുന്നു, കുഴപ്പമില്ല. നാടൻ സെറ്റപ്പ് ആയിരുന്നു. ബിരിയാണി, നെയ്ച്ചോറ് വലിയ ഭാവമൊന്നുമല്ല, പക്ഷെ കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഞങ്ങള് നോമ്പും പിടിച്ചിട്ട് നേരിട്ട് വന്ന് ഫുഡ് കഴിച്ചോണ്ടാണോന്ന് അറിയത്തില്ല. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അതെ. എത്രയായി റേറ്റ് ഒക്കെ? നോർമൽ എവറേജ് എത്ര ദിറംസ് ആയിട്ടുണ്ടായിരുന്നു? നമുക്കിവിടെ എന്താണ് ബുഫേ ഒന്നല്ല, പക്ഷെ നമുക്ക് കോംബോ ഒരുപാട് കോംബോ ഓഫേഴ്സ് ഉണ്ട്. അവിടെ സ്പെഷ്യൽ എനിക്ക് തോന്നുന്നു ബിരിയാണി വന്നിട്ടുണ്ടല്ലേ. ബിരിയാണി നല്ല യമ്മിയാണ്. നാടൻ ബിരിയാണി ആയിരുന്നു. അതെ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ബിരിയാണി അല്ലേ. ബീഫും കൊള്ളായിരുന്നു, ബാക്കിയെല്ലാം ഓക്കെ. നമുക്കൊരു റേറ്റ് ചെയ്യാം, ഒരു 8 ഔട്ട് ഓഫ് 8 കൊടുക്കണം. 8 കൊടുക്കാം. ഞാൻ എന്തായാലും ഒരു 7 ഒക്കെ റേറ്റ് ചെയ്യുള്ളൂ. എനിക്ക് ഇഷ്ടമായിട്ടില്ലല്ലോ. ഇഷ്ടക്കുറവൊന്നുമില്ല, കൊള്ളായിരുന്നു. എന്തോ സംതിങ് മിസ്സിങ് ഉണ്ടായിരുന്നു. അത് എന്താന്ന് എനിക്കറിയുന്നില്ല. എന്തോ സംതിങ് ഒരു വാവ് ഫാക്ടർ ഇല്ലായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. നല്ല വിശന്നിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് കൊള്ളാം. അത്ര വലിയ സ്പൈസി ഒന്നും അല്ലായിരുന്നു. ഹെസ ബേബിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 7 റേറ്റ് ചെയ്യുന്നു, ഇക്കൊരു 8 റേറ്റ് ചെയ്യുന്നു ഔട്ട് ഓഫ് 10. അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി ഷോപ്പിംഗ് ആയാലോ?
ഞങ്ങൾ പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. ആ ഡെസ്റ്റിനേഷൻ എവിടെയാണ് നിങ്ങൾ ആരും ഗസ് ചെയ്യരുത് ഇപ്പം തന്നെ. ഞങ്ങൾ സമയമാകുമ്പോൾ പറയാം. എന്തായാലും അതിൻ്റേതായിട്ടുള്ള ചെറിയ ഷോപ്പിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഹെസലിൻ. ഓക്കെ, ഇത് അവിടെ നിന്ന് ആ ഷോപ്പിൽ നിന്ന് അവർ കൊടുത്ത ടോയ്സ് ആണ് കേട്ടോ ഹെസൽ ബേബിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.